സർ, ആർഎസ്എസ് മേധാവി മോഹൻ ഭാഗവത് പറയുകയുണ്ടായി, 74-ാമത്തെ വയസ്സിൽ രാഷ്ട്രീയത്തിൽ നിന്നായാലും ഒരു മനുഷ്യൻ വിരമിക്കണമെന്ന്. പ്രായമെത്തിയാൽ സന്തോഷത്തോടെ വഴിമാറണം എന്നാണ് മോഹൻ ഭാഗവത് നൽകുന്ന ഒരു സൂചന. നമുക്കറിയാം, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് 74 വയസ്സാണ് പ്രായം. അപ്പോൾ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ, അതായത് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ 75-ാമത്തെ വയസ്സിൽ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കണം എന്നുള്ള ഒരു സൂചനയാണോ മോഹൻ ഭാഗവത് നൽകുന്നത്? പ്രധാനമന്ത്രിയുടെ ഒരു മാറ്റത്തെ കുറിച്ച് കൂടിയാണോ അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന? അല്ലെങ്കിൽ മോഹൻ ഭാഗവതിന്റെ ഈ ഒരു പ്രസ്താവനയെ നമുക്ക് കാണാൻ കഴിയുന്ന രാഷ്ട്രീയ മാനങ്ങൾ എന്തൊക്കെയാണ്? നമസ്തേ. എന്തായാലും കാറൽ മാർക്സിന്റെയോ ലെനിന്റെയോ സ്റ്റാലിന്റെയോ ഹിറ്റ്ലറുടെയോ മാവോ സേതുങ്ങിന്റെയോ ജവഹർലാൽ നെഹ്റുവിന്റെയോ ഒക്കെ വാക്കുകളല്ല ശ്രദ്ധിക്കപ്പെടേണ്ടതെന്നും, കാലവും ലോകവും മാറി വരുമ്പം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സംഘചാലകൻ മോഹൻജി ഭഗവത്തിന്റെ വാക്കുകളും അദ്ദേഹം പിന്തുടരുന്ന സ്വാമി വിവേകാനന്ദന്റെയും വീര സവർക്കറുടെയും ശ്രീ ഗുരുജിയുടെ ഒക്കെ വാക്കുകളും ചിന്തകളുമാണ് ലോകം ശ്രദ്ധിക്കുന്നതെന്നും വിശകലനം ചെയ്യുന്നെന്ന് കാണുന്നതിന് വളരെയധികം സന്തോഷമുണ്ട്. അതിനെ വായിക്കേണ്ടതുപോലെ വായിക്കുന്നുണ്ടോ, കേൾക്കേണ്ടതുപോലെ കേൾക്കുന്നുണ്ടോ, വിശകലനം ചെയ്യേണ്ടതുപോലെ വിശകലനം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് ബാക്കി നിൽക്കുന്ന സംശയം. ഈ വിഷയത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇത് നരേന്ദ്രമോദിയെ ലക്ഷ്യം വെച്ച് പറഞ്ഞ ഒരു വാചകമാണെന്ന് ചിന്തിക്കുന്നത് പോലും ഒരു അപൂർണമായ വായനയുടെയും മനസ്സിലാക്കലിന്റെയും വെളിപ്പെടുത്തലാണ്. ആദ്യത്തെ കാരണം, ഡോക്ടർ മോഹൻജി ഭഗവത്, അതായത് സംഘത്തിന്റെ സർസംഘചാലകൻ, അദ്ദേഹവും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും 1950 സെപ്റ്റംബറിലാണ് ജനിച്ചത്. സർസംഘചാലക സെപ്റ്റംബർ 11-ാം തീയതി, നരേന്ദ്രമോദി ജനിച്ചത് സെപ്റ്റംബർ 17-ാം തീയതി. ചുരുക്കത്തിൽ രണ്ടുപേരും സെപ്റ്റംബർ ആകുമ്പം 75 കഴിയും. ഒരു നേതൃത്വത്തിലിരിക്കുന്നയാള് 75 വയസ്സാകുമ്പോൾ വിരമിക്കണം എന്നൊരു നിർദ്ദേശം അദ്ദേഹം വെച്ചെന്ന് പറയുമ്പം, ഒരഭിപ്രായം പ്രകടിപ്പിച്ചു എന്ന് പറഞ്ഞ് അതിനെ ചർച്ച ചെയ്യുമ്പം ഇത് രണ്ടുപേരെയും ബാധിക്കുന്ന കാര്യമല്ലേ? അങ്ങനെയെങ്കിൽ ആ വിവരത്തിൽ കൂടുതൽ പഠനം വേണ്ടേ? ആലോചിച്ച് നോക്കൂ. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് ഞാൻ കിടക്കുക. ഇത് അദ്ദേഹം പറഞ്ഞത് മോറോബാൻസ് പിംഗ്ലെ എന്ന് പറയുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ഒരു പഴയ ഒരു ബൗദ്ധിക പ്രതിഭയുടെ സംബന്ധിക്കുന്ന പുസ്തക റിലീസിന്റെ സന്ദർഭത്തിലാണ്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്ന വാചകം ഇതാണ്: മോറോബാൻ പിംഗ്ലേജ് ഒരിക്കൽ പറഞ്ഞു, 75 വയസ്സ് കഴിഞ്ഞ ആരെയെങ്കിലും മറ്റുള്ളവർ ഷാൾ അണിയിച്ച് ആദരിക്കുകയാണെങ്കിൽ എന്റെ സമയം കഴിഞ്ഞിരിക്കുമെന്ന് പറഞ്ഞ് അടുത്ത തലമുറയ്ക്ക് വേണ്ടി വഴിമാറി കൊടുക്കണമെന്നാണ് മോറോബാൻ പിംഗ്ലേജ് പറഞ്ഞതെന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് ഡോക്ടർ മോഹൻജി ഭഗവത് ഒരു സൂചന നൽകിയെന്ന് മാത്രം. അവിടെ നാം അറിയേണ്ട പ്രധാന കാര്യം, സമയപരിമിതിക്കുള്ളിൽ നിന്ന് ചർച്ച ചെയ്യുമ്പം പറ്റുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കുക. ഈ സന്ദേശം ഒരു കാരണവശാലും ഒരു പ്രധാനമന്ത്രിക്ക് ലക്ഷ്യം വെച്ചോ അല്ലെങ്കിൽ സംഘത്തിന്റെ സർസംഘചാലകനായ മോഹൻജി ഭഗവതിനെ മാത്രം ബാധിക്കേണ്ട, അവരിനെ മാത്രം ബോധം കണ്ടൊരു വിഷയമല്ല. സമാജത്തിന് ആകെയുള്ള സന്ദേശമായത്. ഇത് പറയുമ്പോൾ ഒരു കാര്യം ആലോചിക്കണം. ഞാൻ നേരിട്ട് മോദിയുടെ വിഷയത്തിലേക്ക് വരികയാണ്. നരേന്ദ്രമോദിയുടെ കാര്യത്തിൽ സർസംഘചാലക് തന്നെ 5 വർഷം മുമ്പ് ഇതേ വിഷയം ചർച്ച ചെയ്തവർ പറഞ്ഞു, മോദിക്ക് ഈ നിയമത്തിന് അപവാദമുണ്ടാകണമെന്ന്.
മോദിക്ക് ഇത് ബാധകമാകില്ല എന്ന് 5 കൊല്ലം മുൻപ് ഡോക്ടർ മോഹൻജി ഭഗവത് തന്നെ പറഞ്ഞാണ്. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ ഒരു അപവാദം ഉണ്ടാകുമ്പോഴാണ്, ഒരു എക്സെപ്ഷൻ ഉണ്ടാകുമ്പോഴാണ് ആ നിയമം കൂടുതൽ ഫലപ്രദമാകുക എന്നും പറഞ്ഞു. അതവിടെ നിൽക്കട്ടെ. എന്തായാലും ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഇത് ഭാരതത്തിനും ലോകത്തിനും സ്വീകാര്യമായ ഒരു മാതൃകയാണ്, സന്ദേശമാണ്, സംശയമില്ല. ഇത് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം. നമ്മൾ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ക്യൂവിൽ പോയി നിൽക്കുകയാണ്. ക്യൂവിൽ നിൽക്കണം എന്ന് പറഞ്ഞത് ശരി. എന്റെ മകനോട്, അനുജനോട്, എന്റെ കൂട്ടുകാരനോട് ക്യൂവിൽ നിൽക്കാൻ ഞാൻ പറയുമ്പം അദ്ദേഹം ക്യൂവിൽ നിൽക്കുകയും ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ക്യൂ നിൽക്കുകയും ചെയ്യുകയാണ്. പക്ഷെ പുറകെ വരുന്നവരാരും ക്യൂ നിൽക്കാതെ മുന്നിലേക്ക് ധൈര്യം ചെന്ന് അവരുടെ കാര്യങ്ങൾ സാധിക്കുക, ടിക്കറ്റ് എടുക്കാൻ വേണ്ടി സാധിക്കുകയാണെങ്കിൽ ഈ ക്യൂ നിന്നുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ ഈ നിർദ്ദേശം പ്രായോഗികമാണെങ്കിൽ, ആകണമെങ്കിൽ അതിന് പൊതുവായ സ്വീകാര്യത വേണം. അതിനും പ്രത്യേകിച്ച് പ്രധാനമന്ത്രി പദത്തെ കുറിച്ച് ചിന്തിച്ചാണ് പറയുന്നതെങ്കിൽ അവിടെ ഭരണഘടനാപരമായ വ്യവസ്ഥ ഉണ്ടാവണം. ആ ഭരണഘടനാപരമായ വ്യവസ്ഥ ഇപ്പോഴില്ല. മാത്രമല്ല, കീഴ്വഴക്കം പോലുമില്ല. 1947 അധികാരം തനിക്ക് അർഹതപ്പെട്ടതെല്ലാം നിന്ന് കൂടി സർദാർ പട്ടേലിൽ നിന്ന് പിടിച്ചെടുത്ത ജവഹർലാൽ നെഹ്റു 1964 അതായത് 17 വർഷങ്ങൾക്ക് ശേഷം മരണം വന്ന് പിടിച്ചുകൊണ്ട് പോകുന്നത് വരെ വഴിമാറി കൊടുത്തിട്ടില്ല. ഇന്ദിരാഗാന്ധി അത് ചെയ്തിട്ടില്ല. ഇത് നരേന്ദ്രമോദിയെ ചെയ്യുമെന്ന് വിചാരിച്ചാൽ പോലും നാളെ ഇവിടെ മല്ലികാർജുൻ ഖർഗെയെ പിടിച്ച് പ്രധാനമന്ത്രിയാക്കുകയാണെങ്കിൽ, പിണറായി വിജയനെ പിടിച്ച് പ്രധാനമന്ത്രിയാക്കുകയാണെങ്കിൽ ആ 75 കഴിഞ്ഞ് 80 കഴിഞ്ഞ് അവർ കസേരയിൽ കയറിയിരിക്കും. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ യഥാർത്ഥത്തിൽ വേണ്ടത്, ഈ ഒരു കാര്യം സാധിക്കണമെന്നുണ്ടെങ്കിൽ അതിനാദ്യം വേണ്ട കാര്യം ഭരണഘടനാപരമായ മാറ്റം ഉണ്ടാവണം. അതിന് ഒരുപക്ഷെ അമേരിക്കൻ മോഡൽ, അവിടെ തന്നെ ഒരു കാര്യം ഓർക്കണം. 2 പേരുടെ കാര്യം. ജോർജ് വാഷിങ്ടൺ അമേരിക്കൻ പ്രസിഡന്റായി 2 ടേൺ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ 3ാമത്തെ ടേണിനില്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നീട് വന്ന ഘട്ടങ്ങളില് നമ്മുടെ റൂസ്വെൽറ്റ് ആ 2ാം ലോകയുദ്ധകാലത്ത് പ്രധാനമന്ത്രിയായി 1932 മറ്റായതാണ്, പ്രസിഡന്റായി. അദ്ദേഹം 3 തവണ വിട്ടു അവിടെ ആ കസേരയിലിരുന്നു. അത് അമേരിക്കൻ ജനാധിപത്യത്തിന് സ്വീകാര്യമല്ല, നല്ലൊരു മാതൃകയല്ല എന്ന് അറിയാവുന്നതുകൊണ്ട് അമേരിക്ക ഭരണഘടന ഭേദഗതി ചെയ്തു. അവിടെ ഇപ്പൊ 2 ടേണേ ഒരാൾക്ക് ഇരിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഡൊണാൾഡ് ട്രംപിന് പോലും ഇത് അദ്ദേഹത്തിന് 2ാം ടേൺ, വീണ്ടും ഇരിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ടാവുകയാണ് നല്ലത് തന്നെ. അതൊരു വഴിക്ക് നിൽക്കുന്നു. അതേ സമയത്ത് തന്നെ മറ്റൊരു കാര്യം ആലോചിക്കണം. ഇപ്പോൾ നരേന്ദ്രമോദി മാറുക എന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതിനെ ആരാണ് ആഘോഷിക്കാൻ പോകുന്നത്? സ്വാഭാവികമായും ഷീ ജിൻപിങ്ങിന്റെ ചൈന ആഘോഷിക്കും, പാകിസ്ഥാനും ആഘോഷിക്കും, അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ആഘോഷിക്കും. ഭാരതത്തിനുള്ളിലെ അവരുടെ സുഹൃത്തുക്കളായ രാഹുലും സോണിയയും, 80 വയസ്സിനോടടുത്ത സോണിയയും ഇപ്പോഴും രാജ്യസഭയിലെ അംഗമാണെന്ന് ഓർക്കുക. മല്ലികാർജുൻ ഖർഗെയും MA ബേബിയും പിണറായി വിജയനും ഒക്കെ ആഘോഷിക്കും. കാരണം അത് ഭാരതത്തെ ദുർബലപ്പെടുത്തും. അവർക്കത് മാത്രമാണ് ആവശ്യം. ഒരു സിസ്റ്റം ചേഞ്ച് ചെയ്യുക എന്നുള്ളതല്ല. ഒരു കാര്യം കൃത്യമായി നമ്മൾ ഓർക്കണം. അങ്ങനെ ഒരു പ്രധാനമന്ത്രിക്ക് 2 തവണ മാത്രം എന്ന കാര്യം വയ്ക്കുമ്പോൾ പോലും, നിബന്ധന വെക്കും പോലും, മറ്റു പല കാര്യങ്ങളിലും ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. വിശദമായ ചർച്ചയ്ക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. കാരണം ഇന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ലോകസഭയിലോ രാജ്യസഭയിലോ നിയമസഭയിലേക്കോ മത്സരിക്കണമെങ്കിൽ സീറ്റ് കിട്ടുന്നതിന് പോലും
ആർക്കെങ്കിലും സ്വന്തമായി മത്സരിച്ച് സ്വന്തം പാർട്ടിക്കുള്ളില് ജനാധിപത്യപരമായി മത്സരിച്ച് ആ സീറ്റ് നേടുന്നതിനുള്ള ഉൾപാർട്ടി ജനാധിപത്യം ഏതെങ്കിലും പാർട്ടിക്കകത്തുണ്ടോ? ഇല്ല. പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നയാള്, അത് BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും, ആ തലപ്പത്തിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഹൈക്കമാൻഡിന് ഇഷ്ടമുള്ളവർക്ക് പഞ്ചായത്തിൽ പോലും മത്സരിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പം ഈ 2 ടേണെന്നോ അല്ലെങ്കിൽ പ്രായപരിധിയെ കൊണ്ടുവരിക എന്ന് പറയുമ്പം ഒരൊറ്റ കാര്യം മാത്രം ഓർക്കുക. കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ വളർന്നു വന്നൊരു പയ്യൻ ഭാരതത്തിലെ പ്രധാനമന്ത്രി വരെ ആകുന്നതിന് എന്തെല്ലാം കടമ്പകൾ നടക്കണം. അതേ സമയത്ത് പ്രിയങ്കയുടെ മകൻ, പ്രിയങ്ക വധേരയുടെ മകൻ, പ്രിയങ്ക റോബർട്ട് വധേരയുടെ മകന് ഒരു MP ആവുകയോ നേതാവാവുകയോ ചെയ്യണമെങ്കിൽ എത്ര പെട്ടെന്നാണ് കാര്യം നടക്കുക. മീഡിയ എല്ലാവരും പൊക്കാനുണ്ടാവില്ലേ, പ്രൊജക്ട് ചെയ്യാനുണ്ടാവില്ലേ? ആ സാഹചര്യമൊന്നും ഇല്ലാത്ത സാധാരണ ഗ്രാമവാസിക്ക് ഒരു അൺഇവൻ ബാറ്റിലാണ് നേരിടേണ്ടി വരിക. അതുകൊണ്ട് അതിനെല്ലാം പരിഹാരം കണ്ട ഭരണഘടനാപരമായ വ്യവസ്ഥ ഡെവലപ്പ് ചെയ്തതിനു ശേഷം മാത്രമേ പ്രധാനമന്ത്രി പദത്തിൽ 75 വയസ്സെന്നോ 1 or 2 ടേണെന്നുള്ള നിബന്ധന വെക്കാൻ പറ്റുകയുള്ളൂ. സംഘത്തിന്റെ കാര്യം സർസംഘചാലകവും കൂടെ വിരമിക്കുമെന്നുള്ള കാര്യം സംഘം നിശ്ചയിച്ചോളൂ. നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത കാര്യം, വിരമിക്കലിനെ കുറിച്ച് പറയുമ്പം ഭാരതത്തിനും ലോകത്തിനും മാതൃക കൊടുത്തയാളാണ് വീരവിനായക ദാമോദർ സവർക്കർ. അദ്ദേഹം ആരോഗ്യം ക്ഷയിച്ച് ഇനിയും ഭാരതാംബയ്ക്ക് വേണ്ടി എനിക്ക് ഒരു സേവനവും ചെയ്യാൻ കഴിയില്ല എന്ന അവസ്ഥ എത്തിയപ്പം 1966 ഫെബ്രുവരി 6-ാം തീയതി നിശ്ചയിക്കുകയാണ് ഞാൻ ആത്മസമർപ്പണം ചെയ്യാൻ പോകുന്നുവെന്ന്. അന്നേരവും പ്രാർത്ഥിച്ചത് ഡോക്ടർ KC അജയ്കുമാർ എന്ന് പറയുന്ന ഒരു മലയാളി സാഹിത്യകാരൻ സവർക്കറുടെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട്, ആഖ്യായികയായിട്ട്. അതിൽ പറഞ്ഞിട്ടുണ്ട്, സവർക്കർ 1966 ഫെബ്രുവരി 6-ാം തീയതി പറയുന്നത്, ഇനിയും ഭാരതാംബയ്ക്ക് വേണ്ടി സേവനം ചെയ്യുന്ന ശക്തി എനിക്കില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവൻ സമർപ്പിക്കാൻ പോകുന്നു. അത് വീണ്ടും ഒരു ജന്മം കിട്ടിയാൽ അമ്മയ്ക്ക് വേണ്ടി വീണ്ടും സമർപ്പിക്കാനുള്ള അവസരം ഒരുക്കാൻ വേണ്ടിയാണ് ഈ പോക്കെന്ന് പറഞ്ഞാണ് ഫെബ്രുവരി 6 തൊട്ട് അന്നവും ജലവും പോലും ഉപേക്ഷിച്ച് 26 വരെ ആ ഉപവാസം, ഗാന്ധിയൻ ഉപവാസം വേണമെങ്കിൽ പറയാം, അത് നിർവഹിച്ചുകൊണ്ട് ആത്മസമർപ്പണം ചെയ്തത്. അങ്ങനെ മാറിയ ചരിത്രം ഉള്ള വ്യക്തികൾ ഭാരതത്തിലുണ്ട്. നാനാജി ദേശ്മുഖ രാഷ്ട്രീയത്തിൽ കത്തി നിൽക്കുന്ന കാലത്താണ്, ജനതാ പാർട്ടി പ്രവർത്തിച്ച് കത്തി നിൽക്കുന്ന കാലത്താണ് മാറിക്കൊടുത്തത്. മറ്റ് സാധാരണ ജനസേവയ്ക്ക് വേണ്ടിയിട്ട് വഴി തേടി വഴി മാറിക്കൊടുത്തു. അടുത്ത സമയത്ത് വേറൊന്ന് കണ്ടില്ലേ, അമിത്ഷാ പറയുന്നു പോസ്റ്റ് റിട്ടയർമെന്റ്. അമിത്ഷായും ഈ അടുത്ത ദിവസം പറഞ്ഞത്, റിട്ടയർമെന്റിന് ശേഷം എന്റെ ജീവിതം ഞാൻ വേദങ്ങൾ പഠിക്കാനും ഉപനിഷത്തുകൾ പഠിക്കാനും അതുപോലെ ഓർഗാനിക് ഫാമിങ്ങിന് വേണ്ടി സമർപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. അതുപോലെ സ്മൃതി ഇറാനി നമ്മൾ കണ്ടതല്ലേ, അടുത്ത ദിവസം 49 വയസ്സേ ഉള്ളൂ. രാഷ്ട്രീയത്തിലും സീരിയൽ മേഖലയിൽ, അതായത് കലയുടെ മേഖലയിലും ഒരുപോലെ തിളങ്ങിയ സ്മൃതി ഇറാനി എന്റെ ഇപ്പോഴും മുഖ്യമായ മേഖല രാഷ്ട്രീയമാണെന്ന് പറയുമ്പോഴും ആ സീരിയൽ മേഖലയിലേക്കൂടെ തിരിച്ചു പോകുന്നതിനും അവിടെ ഒരു പ്രൊഫഷണൽ തുടർച്ച നടത്തുന്നതിനും തീരുമാനിച്ചിരിക്കുന്നു. ഇതൊക്കെ രാഷ്ട്രീയത്തിലെ മാറ്റങ്ങളെ കാണിക്കുന്നു. ഇതിനർത്ഥം സോണിയാഗാന്ധി രാജീവ് ഗാന്ധിയായുള്ള ബന്ധം ഉണ്ടാകുന്നതിന് മുമ്പ് ചെയ്ത ജോലിയിലേക്ക് തിരിച്ചു പോകണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്ന വ്യക്തമായ ഒരു കാര്യമുണ്ട്. രാഷ്ട്രീയ കാര്യത്തിലാണെങ്കിലും പോപ്പിനാണെങ്കിലും മത മേലധ്യക്ഷന്മാർക്കാണെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാർക്കാണെങ്കിലും തന്നെ കൊണ്ട് ഇനിയും രാജ്യത്തിന് വേണ്ടി, അല്ല താൻ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന് വേണ്ടിയുള്ള സേവനം ചെയ്യാൻ വയ്യ എന്നൊരു ഘട്ടം വരുമ്പോൾ വിരമിക്കൽ വേണം.
അല്ലാതെ വിരമിക്കലെന്ന് പറയുന്നതിന് വെറൊരു സാധാരണവൽക്കരണം നടത്തി അതിന്റെ പ്രാധാന്യം കുറച്ച് കാണിക്കുകയും വേണ്ട. ഒപ്പം തന്നെ ഒരു കാര്യം ഓർക്കണം, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ, ഭാരതീയ സമാജത്തിലെ ഇന്ന് ഏറ്റവും ഊർജ്ജസ്വലരായ, ചുറുചുറുക്കുള്ള, ജനങ്ങൾക്ക് നേതാക്കന്മാർക്കും മാതൃകയാകുന്നതിനുള്ള കഴിവും ബൗദ്ധിക പ്രതിഭയും പ്രഭാഷണ ശൈലിയും പ്രവർത്തന മികവുമുള്ള രണ്ട് വ്യക്തികളാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ സർസംഘചാലക് ഡോക്ടർ മോഹൻജി ഭാഗവത്തും ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. നിങ്ങൾ താരതമ്യം ചെയ്ത് നോക്കൂ. ഷീ ജിൻപിങ്ങിനോട് അല്ലെങ്കിൽ മുൻ രാഷ്ട്രപതിയായിരുന്ന ജോ ബൈഡനോട് ഇവരോടൊക്കെ താരതമ്യം ചെയ്ത് നോക്കിയിട്ട് ഞാൻ ഈ പറഞ്ഞ രണ്ടുപേരുടെയും ആ കാര്യക്ഷമത, സേവന സന്നദ്ധത, പ്രവർത്തിക്കാനുള്ള മികവിനെ പരിഗണിച്ചിട്ട് വേണം അവര് ഒരുപക്ഷെ 75 എന്നുള്ളൊരു പരിമിതിയിലേക്ക് സ്വയം മാറുമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ പോലും ഭാരതം പ്രതികരിക്കേണ്ടത് ഇനിയും ഒരു അംഗത്തിനുള്ള ബാല്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഭാരതീയ ജനത അവരെ മുഖ്യധാരയിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതിന് ഇടവരുത്താതിരിക്കണം. ഒരു കാര്യം കൂടെ മാത്രമേ സൂചിപ്പിക്കാനുണ്ട്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രചാരകൻ അത് ഡോക്ടർ മോഹൻജി ഭാഗവത് ആണെങ്കിലും നരേന്ദ്രമോദി ആണെങ്കിലും ചെറിയ പ്രായത്തിൽ തന്നെ പൂർണ്ണമായും രാഷ്ട്രത്തിന് വേണ്ടിയും സമാജത്തിന് വേണ്ടിയും സമർപ്പിച്ചവരാണ്. അവർ രാഷ്ട്രീയ പ്രവർത്തകരായിരുന്നില്ല, നേതാക്കളുമായിരുന്നില്ല. നിരന്തര കാലത്തെ 4-5 ദശാബ്ദങ്ങളിലൂടെയുള്ള അവരുടെ സമർപ്പിത ജീവിതത്തിന് മറ്റു രാഷ്ട്രീയ പ്രവർത്തകരുടെ 20-25 വയസ്സാകുമ്പോൾ അച്ഛന്റെയോ അമ്മയുടെയോ അപ്പൂപ്പന്റെയോ പേരിന്റെ പേരിൽ ഒരു പിന്തുടർച്ച അവകാശം പോലെ കിട്ടുന്ന ആ നേതൃത്വ സാധ്യതകൾ അനന്തകാലം തുടർന്നു പോകുന്നതിന് രണ്ടാമത് പറഞ്ഞ കൂട്ടർക്ക് അവകാശം ഉള്ളതിനെ അല്ല. ഞാൻ ആദ്യം പറഞ്ഞ സമാജത്തിന് വേണ്ടി നന്നേ ചെറുപ്പത്തില് മറ്റൊന്നും ചിന്തിക്കാതെ രാഷ്ട്രത്തിന് വേണ്ടിയും സമാജത്തിന് വേണ്ടിയും സമർപ്പിച്ചവരെ കണക്കാക്കാൻ വേണ്ടിയും ഇതെല്ലാം കൂടെ സമഗ്രമായിട്ട് കണക്കിലെടുക്കുമ്പോൾ സർസംഘചാലക് മോഹൻജി ഭാഗവത് പറഞ്ഞ വാചകങ്ങളെ കുറിച്ച്, അദ്ദേഹം പറഞ്ഞ കാര്യത്തെക്കുറിച്ച് കൃത്യമായ ഒരു വിലയിരുത്തലാവട്ടെ. സമാജത്തെ മൊത്തം ആ തരത്തിലേക്ക് രാഷ്ട്രീയ അന്തരീക്ഷത്തെയും ലോകഗതിയെയും മാറ്റുന്നതിനകത്ത് തിരക്കേടില്ല. പക്ഷെ അതിന്റെ ഏതെങ്കിലും ഒരു അംശം എടുത്തിട്ട് ഇതെനിക്ക് പ്രയോജനപ്പെടും, ഇതെന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് പറഞ്ഞിട്ട് മോദിയെ എതിർക്കുന്നവര്, ഡോക്ടർ മോഹൻജി ഭാഗവതിനെ വെറുക്കുന്നവര്, അവരവരുടെ ആയുധമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് വെറും മൗഢ്യമായിരിക്കുമെന്നും അതിനൊക്കെ അപ്പുറം ലോകത്തെയും സമാജത്തെയും കാണുന്നതിനുള്ള കെൽപ്പുള്ളവരാണ് ഇവർ രണ്ടുപേരും എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അതുകൊണ്ട് ഭാരതത്തെ വികസിത ഭാരതം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന മോദിയുടെ ഭരണകൂടം, നേതൃത്വം വീണ്ടും കാലങ്ങളോളം ഭാരതം ഭരിക്കാൻ ഉണ്ടാവുന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട എന്ന് തന്നെയാണ് എന്റെ പക്ഷം. അത് മാത്രമാണ് പ്രസക്തമായ കാര്യവും. എന്തായാലും മോഹൻ ഭാഗവത് 75-ാം വയസ്സിൽ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കണം എന്നുദ്ദേശിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് മാത്രമല്ല, അദ്ദേഹവും 1950കളിൽ ജനിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിനും സെപ്റ്റംബർ മാസം വന്നു കഴിയുമ്പോൾ 75 വയസ്സാകും എന്ന് രാഷ്ട്രീയ വിമർശകർ മറക്കരുതെന്ന് ഈ ഒരു അവസരത്തിൽ കൂട്ടിച്ചേർക്കുകയാണ്. വ്യക്തമാണ്. താങ്ക് യു സർ.